3-ാം ക്ലാസ്സുകാരന് രണ്ടാനച്ഛന്റെ പീഡനം. 8 വയസ്സുകാരനെ രണ്ടാനച്ഛൻ തേപ്പ് വെട്ടി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചു. അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, കഴിഞ്ഞ ദിവസമാണ്, അതായത് 6-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 3-ാം ക്ലാസ്സുകാരനായ 8 വയസ്സുകാരനെ രണ്ടാനച്ഛൻ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. തേപ്പ് വെട്ടി ഉപയോഗിച്ച് കാലിലാണ് പൊള്ളലേൽപ്പിച്ചത്. അതായത് ഈ മുത്തശ്ശിയുടെ വീട്ടിലാണ്, അതായത് ഈ വീട്ടിൽ മുത്തശ്ശിയാണുള്ളത്. അമ്മ വിദേശത്താണ്, ഒരു ഇളയ കുട്ടിയുമുണ്ട്. ഈ മുത്തശ്ശിയോട് വികൃതി കാട്ടിയതിനാണ് ഇത്തരത്തിൽ അച്ഛൻ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് കുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അത് ക്രൂരമായി തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പിന്നീട് ചൈൽഡ് ലൈനിനെ വിവരം ലഭിക്കുകയായിരുന്നു. കാരണം ഇളയ കുട്ടി ഉണ്ട്, അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരാണ് ചൈൽഡ് ലൈനിനെ ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് കുട്ടിക്ക് വൈദ്യപരിശോധന നടത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. അപ്പോഴാണ് അച്ഛൻ ഉപദ്രവിച്ചതാണ് എന്നുള്ള കാര്യം കുട്ടിയും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊച്ചനിയൻ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ രണ്ടാം അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ ചോദ്യം ചെയ്തപ്പോൾ ഈ അച്ഛനും പറയുന്നത് വികൃതി കാട്ടിയപ്പോൾ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്നുള്ളത് സമ്മതിച്ചു എന്നാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈൻ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ കുട്ടിയെ ചൈൽഡ് ലൈൻ മാറ്റാനാണ് ഇപ്പോൾ സാധ്യത പറയുന്നത്. എന്തായാലും ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ക്രൂരമായിട്ടുള്ള പീഡനമാണ്. കാരണം തേപ്പുപെട്ടി ഉപയോഗിച്ചാണ് ഈ കുട്ടിയുടെ കാലിൽ പൊള്ളലേൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിക്കും വ്യക്തമാണ്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വൈദ്യപരിശോധന നടത്തിയപ്പോൾ അത് കൃത്യമായി തന്നെ എന്തുപയോഗിച്ചാണ് ഈ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള വിവരവും ലഭിച്ചു. പോലീസ് ഈ ചൈൽഡ് ലൈൻ വിവരം ലഭിച്ച ശേഷം മറ്റ് നടപടികൾ പോലീസിന് കൈമാറി. പോലീസാണ് ഈ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തെക്കുംഭാഗം പോലീസാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. എന്തായാലും ഒരു 8-ാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിലൊരു ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അത് രണ്ടാം അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ്. ജോലി സംബന്ധമായി അമ്മ വിദേശത്താണുള്ളത്. ഈ മുത്തശ്ശിയും ഇളയ കുട്ടിയും അതോടൊപ്പം തന്നെ ഈ 8 വയസ്സുകാരനുമാണ് വീട്ടിലുള്ളത്. ഈ സമയത്താണ് ഈ മുത്തശ്ശിയോട് വികൃതി കാട്ടി എന്ന പേരിൽ അച്ഛൻ അവിടേക്ക് എത്തുകയും അച്ഛൻ ഈ കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന സംഭവം പിന്നീട് അത് ചൈൽഡ് ലൈനിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ അന്വേഷണം ഉണ്ടായത്. ഈ അന്വേഷണത്തിൽ കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അതായത് മറ്റെന്തെങ്കിലും കാരണം ഇതിന് പിന്നിലുണ്ടോ, കുട്ടിയെ ഉപദ്രവിക്കാൻ തക്ക വേറെന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളതും പരിശോധിച്ച് വരികയാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഇത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നു. ഈ വിവരം തുടർന്ന് നാട്ടുകാരറിയുന്നു. തുടർന്നാണ് ചൈൽഡ് ലൈനിലേക്ക് വിവരം പോകുന്നത്. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിയുടെ മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ്. ശരി മനോജ്.